ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ വീനയിൽ ഷേൺബ്രൂൺ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ക്രിസ്മസ് മാർക്കറ്റ് വന്ന പോലെ തന്നെ ഇവിടെ ഈസ്റ്റർ മാർക്കറ്റിന് വന്നിട്ടുണ്ട്. ഈസ്റ്റർ മാർക്കറ്റ് കാണിച്ചു തരാം കേട്ടോ. ഷേൺബ്രൂൺ പാലസ് റോളുണ്ട്, ഇത്രയും വലിയ ഇതാണ് ഇവിടുത്തെ സൈൻ. നല്ലൊരു ക്ലൈമറ്റാണ്. അത്യാവശ്യം ഒരു 20 ഡിഗ്രീസ് മുകളിലുണ്ട്. 25 ഡിഗ്രീസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വെൽക്കം എന്ന് പറഞ്ഞാൽ വെൽക്കം ടു ഈസ്റ്റർ മാർക്കറ്റ്. പോയി നോക്കാമല്ലേ? ഈ ബ്യൂട്ടിഫുൾ ഡെക്കറേഷൻ ഒന്നും കൂടെ ക്ലോസിൽ കാണാം അല്ലേ? കണ്ടോ, കുറച്ചുകൂടെ ഫുള്ള് പൂക്കളും കൊണ്ടുള്ള അലങ്കാരം. എന്ത് രസമല്ലേ? പാലസിൻ്റെ അടുത്തായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഡെക്കറേഷൻ ഉണ്ടോ? സ്പ്രിങ് സ്റ്റാർട്ടിങ്ങുമാണ്, ഈസ്റ്റർ സമയമാണ്. ഓരോരുത്തരൊന്നിങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കണം. ഈസ്റ്റർ ഇവിടെ 2 ദിവസം ആഘോഷിക്കും. ഈസ്റ്റർ സൺഡേ ആൻഡ് ഈസ്റ്റർ മൺഡേയും കൂടെ ആഘോഷിക്കും. ഇതുപോലെ മാർക്കറ്റ് ഇവിടെ ഷേൺബ്രൂണിൽ മാത്രമല്ല, ഇതുപോലെ വീനയിൽ കുറേ മാർക്കറ്റുകളുണ്ട്. ഈസ്റ്റർ സമയത്തും ക്രിസ്മസ് സമയത്തും. അതിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള മാർക്കറ്റാണ് ഇവിടെ ഷേൺബ്രൂണിലുള്ള മാർക്കറ്റ്. പൂക്കളൊക്കെ ഓരോന്ന് ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാണ്, കണ്ടോ? ഇതിപ്പോൾ പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ശരിക്കുള്ള പൂക്കളാണ്. പ്ലാസ്റ്റിക്കിലല്ല, ശരിക്കുള്ള പൂക്കൾ. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് അല്ലേ? ബ്യൂട്ടിഫുൾ ഡെക്കറേഷൻ. ഈസ്റ്റർ മാർക്കറ്റ് വന്ന് ഇവിടെ എൻഡ് ഓഫ് മാർച്ച് തൊട്ടിട്ട് 21 ഏപ്രിൽ വരെ ഉണ്ടാവും ഈസ്റ്റർ മാർക്കറ്റ്. എന്താ റഷ് കണ്ടോ? ഹോളിഡേ ആണ് ഇവിടെ, നല്ല റഷും ഉണ്ട്. അതിനനുസരിച്ച് ടൂറിസ്റ്റാണ് കേട്ടോ കൂടുതലും ആൾക്കാരുണ്ടാവുള്ളൂ. കാണാനായിട്ട് വേൾഡിലുള്ള എത്രയോ ആൾക്കാർ വരും. വീനയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാർക്കിൽ ഒന്നാണല്ലോ. പിന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാനും ഇതൊക്കെ ഉണ്ട്. ബ്യൂട്ടിഫുൾ ഡെക്കറേഷനിൽ ഇതൊക്കെയാണ് ഈസ്റ്ററിന് ഡെക്കറേഷന് വെക്കുക. ഇത് കൈപ്പണി ഉണ്ടാവും കേട്ടോ. ഗ്ലാസ്സിലുണ്ടാക്കുന്നത്, പ്ലാസ്റ്റിക്കിലുള്ളത്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടാവും. കണ്ടോ? ഇത് നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നില്ലേ? പുല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുക കേട്ടോ. ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ടൊരു സ്ഥലം. പുല്ലാണിത്, പുല്ല് കട്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ അല്ലേ? ഐഡിയ സൂപ്പർ അല്ലേ? അങ്ങനെ ഇതുപോലെ കുറേ കടകളുണ്ട് ഇവിടെ. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ? കുറേ
ഈസ്റ്റർ ഡെക്കറേഷനൊക്കെ. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത് ഗ്ലാസ്സിൽ ഉണ്ടാക്കിയതാണ്. ഹാൻഡ് മെയ്ഡ് ഗ്ലാസ് എന്ന് എഴുതിയിട്ടുണ്ട്. വി ഹാവ് നോ പ്ലാസ്റ്റിക്കിൽ ഇതില്ല, ഇതെല്ലാം ഗ്ലാസ്സിൽ ചെയ്യുന്നതാണ്. ഊതി ഉണ്ടാക്കുന്നതാണ്. ഈ മോട്ടീവ്സ് ഒക്കെ നന്നായിട്ടുണ്ടല്ലേ. ബ്രൂസേഴ്സ് വീൻ എഴുതിയിട്ടുണ്ട്. വീനിന് ഗ്രീറ്റിങ്സ് അർത്ഥം. ഇത് സ്റ്റെഫാൻസ് പ്ലാറ്റ്സ് എന്ന് പറഞ്ഞ ചർച്ചാണ്. അത് ഗ്ലാസ്സിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു രാജാവായിരുന്നു. ഇതൊക്കെ ഗ്ലാസ്സിൽ ഉണ്ടാക്കിയിരിക്കുക കേട്ടോ. ഓരോന്നിനും 10 യൂറോ ആണ് വില. ഓരോ യൂറോ. ഗ്ലാസ്സിൽ ഇതൊക്കെ നല്ല കൈപ്പണിയാണ് ഇതൊക്കെ അല്ലേ. വേറൊരു കടയിൽ അധികം വെയിറ്റ് ഇല്ല കേട്ടോ. ഗ്ലാസ് കൊണ്ടാണ്, പക്ഷെ വെയിറ്റ് തോന്നുന്നില്ല. ചീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഡിഫറെൻറ്റ് ടൈപ്സ് ചീസ്, പിന്നെ എന്താ പറയുക, പിന്നെ മീറ്റ് ഐറ്റംസ്. ഓലിവ് ഫൈനൊക്കെ പാക്ക് ചെയ്തിട്ട്. ബീച്ച് ഫൈൻ എന്ന് പറഞ്ഞാൽ കാട്ടുപന്നിയുടെ ഇറച്ചിയാണത്. ബീച്ച് ഫൈൻ ഇത് കാട്ടുപന്നിയുടെ ഇറച്ചിയാണ്. ആഹാ, ഈ സ്ഥലം മൊത്തം ഇതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. പുല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, അതുപോലെ പിള്ളേർക്ക് കളിക്കാനും ഇരിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം. സൂപ്പറല്ലേ. നടന്നു പോണതും പുല്ലിലാണ് കേട്ടോ. മുയൽ. ഓസ്റ്റർ ഹാസ് എന്ന് പറയും. ഈസ്റ്ററിന് പറയുന്നത് ജർമ്മനിൽ ഓസ്റ്റർ എന്നാണ്. അപ്പോൾ ഓസ്റ്റർ ഹാസ് എന്ന് പറഞ്ഞ മുയലാണ്. അപ്പോൾ ഈസ്റ്ററിന് മുയൽ, ചെമ്മരിയാട്, ഇതൊക്കെയാണ് ഇവിടെ ഇതായിട്ട് പറയുന്നത്. ഇതാണ് എന്താണ്, ഹാസ്യമാണ്, മുയലാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പം ഈ ഈസ്റ്ററിന് ഈ ഹാസ്യമാണ്, മുയലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. രസമല്ലേ ഇത്രയും വലുത്. ഇത് പിള്ളേർക്കൊക്കെ കാണാനും കളിക്കാനും. ഡു നോട്ട് ക്ലൈം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പൊട്ടിപ്പോവായിരിക്കും. പിള്ളേർക്ക് ഇതൊക്കെ ഒരു രസം അല്ലേ. കണ്ടോ, ഓടി ചാടി കളിക്കാം. സോ ഈ മോട്ടീവ്, ഈ ഐഡിയ സൂപ്പറാണല്ലേ. രസമായിട്ടുണ്ടല്ലേ. പിള്ളേർക്ക് വരയ്ക്കാനും മാൾബുക്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. വരയ്ക്കാനും രസമുള്ളൊരു കിട്ടുന്ന കട. ചെമ്മരിയാട്. പിന്നെ
പ്ലാസ്റ്റിക്കിലാണെന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക് അല്ല അത് മൂക്കിലാണ്. ഒക്കെ പോർസലിനിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫ്ലവേഴ്സും ഇതൊക്കെയാണ് കേട്ടോ. എല്ലാം പോർസലിനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് അല്ല, ഗ്ലാസ്സും അല്ല, എല്ലാം പോർസലിനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് വൈൻ കിട്ടുന്നുണ്ട് ഇവിടെ. വൈന് ബീറൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ വന്നത് കണ്ട് മാർക്കറ്റൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി. ട്രഡീഷണൽ ഓസ്ട്രിയൻ ഡംപ്ലിംഗ് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഓസ്ട്രിയൻ ഫുഡാണിത്. അവിടെ ക്യാൻറ്റനർ കേസ് ഖാൻസ് നൂഡിൽ എഴുതി. കേസ് എന്ന് പറഞ്ഞാൽ ചീസ് നൂഡിൽസാണ്. ക്യാൻറ്റൻ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ ഒരു സ്ഥലമാണ്. ഇതൊക്കെ ടിപ്പിക്കൽ ഓസ്ട്രിയൻ ഫുഡ് തന്നെയാണ്. സൈഡ് മാർക്കറ്റ് ഫുള്ളായിട്ട് വലിയ മാർക്കറ്റായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രസമുള്ള മൊയിൽ, എന്ത് രസമല്ലേ. നല്ല ഭംഗിയില്ലേ മുയലിനും ചെമ്മരിയാടിനൊക്കെ ഉടുപ്പിട്ടിട്ട് നല്ല രസമുണ്ട്. ഓസ്ട്രിയൻ ട്രഡീഷണൽ ചോക്ലേറ്റാണ്. കോൺഫിസറി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള കമ്പനിയാണ്. ഹൈൻഡിൽ എന്ന് പറഞ്ഞൊക്കെ അത് കോൺഫിസറി ഹൈൻഡിൽ ബീൻ, അത് വിയന്നയിലുള്ളതാണ്. ട്രഡീഷണൽ ഇവിടുത്തെ ചോക്ലേറ്റ്സാണ്. മോസാർട്ട് ഉണ്ട്, കണ്ടോ. മോസാർട്ടിൻ്റെ ഇതാണ് മെയിനായിട്ട് ഇവിടെ. മോസാർട്ടിൻ്റെ ഇവിടെയുണ്ട് ഹൈൻഡിൽ കടയുടെ ട്രഡീഷണൽ ചോക്ലേറ്റ് കടയുടെ ഈസ്റ്റർ മോട്ടീവ്സ്. ഫ്രോയോ ഓസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ഈസ്റ്റർ. ഇവിടെ കണ്ടോ, ഇതൊക്കെ മെഴുകിലുണ്ടാക്കിയിരിക്കുകയാണ്. ക്യാൻഡിൽസിൽ മെഴുകിലുണ്ടാക്കിയിരിക്കുകയാണ്. മെഴുകിലുണ്ടാക്കിയിരിക്കുകയാണ് അതൊക്കെ. രസമില്ലേ കാണാൻ. കണ്ടോ, ഇതൊക്കെ മെഴുകിലാട്ടം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സീഗ എന്ന് പറഞ്ഞാൽ ആടാണ്. ആടിൻ്റെ ചീസാണിത്. ഡിഫറെൻറ്റ് ടൈപ്സ് ചീസസ് വെച്ചിട്ടുണ്ട്. ഇത് പശുവിൻ്റെ, പോത്ത്. ഇതൊക്കെ ടിപ്പിക്കൽ ഓസ്ട്രിയൻ ഫുഡാണ് കേട്ടോ. വിർഷ് എന്ന് പറഞ്ഞാൽ മാൻ്റെ ആണ്. അല്ല, മാൻ്റെ ഇറച്ചിയാണത്.
ഇതുണ്ടോ വെർസോയ്ക്കോ ചോക്ലേറ്റ്, അതായത് നമ്മുടെ കാർ പാർട്സും പിന്നെ നമുക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള അതായത് കാർ പാർട്സുകൾ അങ്ങനെയൊക്കെ സിസേഴ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോക്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. കണ്ടോ, കൂട്ട് താക്കോല് ഇതെല്ലാം ചോക്ലേറ്റാണ് കേട്ടോ. വെയിറ്റ് ഒന്നുമില്ല, കണ്ടോ, വെയിറ്റ് ഒന്നുമില്ല. കത്തിയാണ്, പേന കത്തി, ഇതൊക്കെ ചോക്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓരോന്നും കാണിച്ചു തരാം കേട്ടോ. ഹാമർ, ഇതൊന്നും വെയിറ്റ് ഇല്ല, കാണുമ്പോൾ തന്നെ ഇതായിട്ടുണ്ട്, ഒരു വെയിറ്റും ഇല്ല. കണ്ടോ, കാറിൻ്റെ ടയറ്, ഇതൊരു പുതുമ അല്ലേ. ഇതെല്ലാം ചോക്ലേറ്റാണ്, ചോക്ലേറ്റിൽ ഉണ്ടാക്കിയിരിക്കുക. എന്നിട്ട് കളർ കൊടുത്തിരിക്കുക, സിൽവർ കളർ. Chocolate. Oh, really? Yeah. How does this look like? Niemand wird glauben, glaube ich. Du schaut so echt aus. Ja, danke. ഒരു ട്രൈ ചെയ്യാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് തന്നു. ഇതുണ്ടോ, പുള്ളി എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ് തന്നു. കഴിച്ചു നോക്കട്ടെ അല്ലേ. ശരിക്കും ചോക്ലേറ്റാ. ഐഡിയ പക്ഷേ the idea is super, wirklich. It was nice, wirklich. ഞാൻ പുള്ളിയോട് പറയായിരുന്നു ഈ ഐഡിയ സൂപ്പറാണ്, ഇത് ഇതുവരെ ഇങ്ങനെ ഒരു കട ഞാൻ കണ്ടിട്ടില്ല, അതായിരുന്നു പറഞ്ഞേ. ഇത് വാൾനട്ട്സ് പറിക്കാനുള്ള ഇതാണ് കേട്ടോ. ഇത് ബീർ വൈനൊക്കെ തുറക്കാനുള്ള ഇതെല്ലാം ചോക്ലേറ്റിൽ ഉണ്ടാക്കി കേട്ടോ. ഭയങ്കര അത്ഭുതം തോന്നുക. പെയിൻ്റ് അടിക്കാനുള്ള ബ്രഷ്, ഇത് കേട്ടോ, വെയിറ്റേ ഇല്ല. ഇതൊക്കെ സാധാരണ ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ടാവേണ്ടതല്ലേ. കണ്ടോ, പേപ്പർ നോ വെയിറ്റ്. ചോക്ലേറ്റ് അല്ല പറയാ, ചോക്ലേറ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി പറയായിരുന്നേ. ഇത് ഇത്രയും വലിയ കത്രികയാണ്, ഇത്രയും വലിയ കത്രിക. വെയിറ്റേ ഇല്ല, സാധാരണ നല്ല വെയിറ്റ് ഉള്ളതല്ലേ ഇതൊക്കെ. ഒരു വെയിറ്റും ഇല്ല കേട്ടോ. ഇത് നല്ലൊരു പുതുമയായി. ജർമ്മനിയിൽ നിന്ന് വരുവാണ് ഈ കട എന്നാ പറഞ്ഞ പുള്ളി. ഞാൻ ചോദിച്ചപ്പോൾ Also das ist aus Deutschland, haben Sie gesagt, ja? Die Idee kommt aus Deutschland. Die Idee kommt aus Deutschland. Super. Super. Also ഈ ഐഡിയ വന്നിട്ട് ജർമ്മനിയിൽ നിന്നാണ് വന്നതെന്നാണ് പുള്ളി പറയുന്നത്. ആ ഒരു കടയിൽ വരുന്ന ആർക്കും വിശ്വാസം വരുന്നില്ല ഇത് ചോക്ലേറ്റാണ്. പിസ്റ്റൽ ഉണ്ടോ? Thank you. Thank you. ഇതുണ്ടോ ഐപാഡിൻ്റെ ഇത് മൗസ്, എനിക്ക് വയ്യ. നമ്മുടെ എന്താ പറയുക, ലാപ്ടോപ്പിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മൗസ്. എന്തായാലും eine große Gratulation wünscht diese Person, wirklich. Die Idee ist super. Mal was Neues und ich habe noch nie sowas gesehen. Danke. So, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും നമ്മൾ പോയി എന്ന് തോന്നണേ. എല്ലായിടത്തും മാക്സിമം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ എടുത്തിട്ടുണ്ട്.
വാതിൽ തുറക്കും ഈ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപൻ കുരിശിൽ തുറക്കും നേരത്തും ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച യേശു മഹേശനെ വാതിൽ തുറക്കും ഈ കാലമേ. അങ്ങനെ ഈസ്റ്റർ ദിവസത്തിൽ ഉയർത്തെഴുന്ന യേശുനാഥന് നമ്മുടെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും നമ്മൾ എന്താ പറയുക എല്ലാ ഇതിലും മാറി നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങേണ്ടതാണല്ലോ. പുതിയ ജീവിതം തുടങ്ങട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഫ്രോയ് ഓസ്റ്റൻ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ കമൻസും പറയണം. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. ഓക്കെ, ബൈ ഡിയേഴ്സ്.